ഒരുവിധം എല്ലാ പ്രവാസികളെയും പോലെ തന്നെ ഞാനും ചെയ്യുന്നൊരു കാര്യമാണിത്. രാവിലെ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റതിന് ശേഷം ഒരു ടൈഗർ ബാമിൻ്റെ ടിന്നെടുക്കുന്നു. അത് തുറന്ന് ആവശ്യത്തിന് ടൈഗർ ബാം വേദന തോന്നുന്ന എല്ലായിടത്തും എല്ലാ ജോയിൻസിലും ഇട്ടിട്ടാണ് നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദുബായിൽ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും വളരെ പെട്ടെന്ന് ശീലിച്ചൊരു ശീലം അതിലൊന്ന് തന്നെ ഈ ടൈഗർ ബാം തൂക്കൽ. അപ്പോൾ ഇത് തൂത്ത് നമ്മൾ ശരീരം അല്ലെങ്കിൽ ജോയിൻസൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ അടുക്കളയിൽ തന്നെ കയറാറ്. അപ്പോൾ എൻ്റെ റൂമിൽ 4 പേരുണ്ട്. അതിൽ ഒരുത്തൻ രാവിലെ ജോലിക്ക് പോയ സമയത്ത് ഞങ്ങൾക്കുള്ള അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകിയെടുത്ത് നിറയെ കളറാണ്. ഈ കളറില്ലായിരുന്നെങ്കിൽ കഴുകുന്ന വെള്ളവും ലാഭം സമയവും ലാഭം. അപ്പോൾ ഇത് കഴുകി നമ്മൾ അടുപ്പിൽ കയറ്റുന്നൊരു പരിപാടിയാണ്. കഴുകി കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ മൂടി വെച്ച് അടുപ്പിൽ കയറ്റുന്നുണ്ട്. അടുക്കളയിൽ ചെന്ന് ഗ്യാസ് ഓണാക്കിയാൽ ആദ്യത്തെ പരിപാടി എക്സോസ്റ്റ് ഇടുകയാണ്. ഇട്ടില്ലെങ്കിൽ നല്ല പുകയും മണവും റൂം ഫുള്ള് ആവും. അപ്പോൾ ഇത് അടുപ്പിൽ കയറ്റിയിട്ട് അടുത്ത പരിപാടിയാണ് ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതി, ഒരു ഉരുളൻ, കുറച്ച് സവാള. ഇതെടുത്തിട്ട് ഞാനൊരു ഒലത്ത്, എൻ്റെ ഭാഷയിൽ നമ്മൾ ഒലത്തെന്ന് പറയും. ഇതിനെ ഉപ്പേരിയെന്നും മെഴുക്കുപുരട്ടിയെന്നും വിളിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു ഒലത്താണ്. അപ്പോൾ ഇത് ചതുരത്തിൽ അരിഞ്ഞെടുക്കുന്ന ഒരു ക്യൂബ്സ് പോലെ അരിഞ്ഞെടുക്കുന്ന പരിപാടിയാണ് ആദ്യം. ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും നമ്മൾ ക്യൂബ്സിലരിഞ്ഞ്, സവാളയൊക്കെ നമ്മൾ സാധാരണ ഇറച്ചിക്കറിക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ 2 പീസാക്കിയതിന് ശേഷം കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ട് നമ്മൾ ഉലത്തുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് കുക്കർ അവിടെ കിടന്ന് അടിക്കുന്നുണ്ട്. 8 വിസിലടിക്കണമെന്നാണ് കണക്ക്. അതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം 2 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രവാസിയുടെ കയ്യിൽ എപ്പോഴും ഇതുപോലെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടാവും. ഏത് റൂമിൽ ചെന്നാലും ഉണ്ടാവും. കുക്കർ അപ്പോഴത്തേക്കും വിസിലടിച്ച് മരിച്ച്. പിന്നെ ഒരു പാൻ എടുത്ത് ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചധികം കടുകും ഇട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ട് മൂടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വെന്ത ചോറെടുത്തിട്ട് ഒരു സ്റ്റെയിനറിലേക്ക് ഊറ്റുന്നുണ്ട്. ഊറ്റി കഞ്ഞിവെള്ളം എല്ലാം കളഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി അടുക്കള ക്ലീൻ ചെയ്യലാണ്. എപ്പോൾ കുക്കിംഗ് കഴിഞ്ഞാലും അടുക്കള മസ്റ്റായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ഒരു തരി കുക്കിങ്ങിൻ്റെ ബാക്കി അടുക്കളയിൽ കാണാൻ പാടില്ല. നമ്മുടെ റൂളാണ്. പിന്നെ വെച്ചിട്ട് മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്, ചോറുണ്ട്, സർലാസുണ്ട്, ഒരു ഒലത്തുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുത്ത് ബാക്കി ഞാൻ മൂടി വെച്ചിട്ട് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ചാടിയിറങ്ങി. എല്ലാ മലയാളികളെയും പോലെ വലിയ ലക്ഷറി ദുബായ് സ്വപ്നം കണ്ടു വന്ന ഒരാളാണ് ഞാനും. അപ്പോൾ അത് എനിക്ക് എൻ്റെ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നത് ഞാൻ ദുബായിൽ വന്നതിന് ശേഷമാണ്. ഞാൻ സ്വപ്നം കണ്ട ദുബായ് വേറെ, ഇത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ദുബായ് വേറെ. ഞാനൊരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് താമസിക്കുന്നത്. ഇത് ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ഏരിയയാണ്. അതുകൊണ്ട് ദുബായിയുടെ ലക്ഷറി ലൈഫിൻ്റെ ഒരു സൗകര്യങ്ങളൊന്നും നമുക്കിവിടെ അധികം കിട്ടാറില്ല. അതായത് കരാമ, ബുർജ് ഖലീഫ ഇരിക്കുന്ന ഏരിയകൾ, ഷാർജ പോലുള്ള ഏരിയകളുടെ ഒരു യാത്രാ സൗകര്യങ്ങളോ മെട്രോ സൗകര്യങ്ങളോ മാളുകളുടെ ആ സൗകര്യങ്ങളോ ഒക്കെ ഇവിടെ വളരെ പരിമിതമാണ്. പക്ഷേ ഉള്ളതുകൊണ്ട് നമ്മൾ സംതൃപ്തരാണ്. രാവിലെ ഓഫീസിലേക്കുള്ള നടപ്പാണിത്. എന്നെ സംബന്ധിച്ച് 15 മിനിറ്റ് ഓഫീസിലേക്കുണ്ട്. അതായത് ഏകദേശം ഒരു 10 ദിർഹത്തിനടുത്ത് എനിക്ക് ചിലവുണ്ട് ബസ്സിന്. ഞാൻ അങ്ങടേക്കും ഇങ്ങടേക്കും ബൈ വാക്കിലാണ്. കാരണം എനിക്കൊരു ദിവസം 20 ദിർഹംസ് എൻ്റെ കയ്യിൽ കിട്ടും. ചിലവ് കൂടുതലാണ്, വരവ് കുറവാണ്. പിന്നെ എൻ്റെ 2 സൈഡിലും സ്ക്രാപ്സാണ്. വലിയ വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ മുതൽ മുട്ടുസൂചി വരെ ഈ സ്ക്രാപ്പ് യാർഡിലുണ്ട്. കെട്ടിടങ്ങളുടെ വേസ്റ്റ്, ഓഫീസിൻ്റെ അവശിഷ്ടങ്ങൾ, അങ്ങനെ എന്തും ഇവിടെ സ്ക്രാപ്പാണ്. അപ്പോൾ രാവിലെ ഓഫീസിൽ ചെന്ന് ഈ ചെറിയ ചൂടൊക്കെ കൊണ്ട് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു ചാർജാണ്. പിന്നെ അവിടുത്തെ തണുപ്പിലേക്ക് അങ്ങിരുന്ന് വൈകുന്നേരം വരെ നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. മലയാളികളില്ലാത്ത കാരണം കഥ പറച്ചിലൊക്കെ വളരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് സമയം പോക്കിനുള്ള ആളുകൾ അവിടെയും ഉണ്ട്.